സുഹൃത്തുക്കളെ, ആരോഗ്യം നല്ലോണം നോക്കുന്ന ഒരാൾ ശരാശരി 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം ആഹാരം കഴിച്ചിരിക്കണം നിർബന്ധമായിട്ടും. അപ്പൊ ഇന്ന് ഹൈജീനൊക്കെ നിലനിർത്തി നല്ല വൃത്തിയോടെ മെടുപ്പോടെ ഫുഡ് ഉണ്ടാക്കി തരുന്ന കുറച്ച് പേരെ നമുക്ക് പരിചയപ്പെടാം, നല്ല വൃത്തിയോടെ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡേർട്ടിസ്റ്റ് ഫുഡ്. അതെ, അടുക്കുചാലിൽ നിന്ന് വരെ ഫുഡ് ഉണ്ടാക്കി എടുക്കുന്ന ചില ജന്തുക്കൾക്ക് റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ ആരെയും പിടിച്ചൊന്നും ഓടിക്കുന്നൊന്നുമില്ല. അപ്പം 993 സബ്സ്ക്രൈബ് എല്ലാവരും ആഞ്ഞങ്ങ് ഞെക്കിക്കോ. 1K ആവട്ടെ. വെളിയിൽ ഞെക്കിയാലേ ലൈക്ക് അടിച്ചാലേ വീഡിയോയിലോട്ട് പോവാ. നല്ല വൃത്തിയുള്ള പാത്രം. എന്തോ മണിക്ക് വാങ്ങാരി, ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങാര് വല്ല ബാത്റൂമിലൊക്കെ പോയിട്ട് ഇറങ്ങി കൈയും കഴിവാറ് വന്നിട്ട് ഇളക്ക് വാങ്ങ്. ഇവിടെ പാവപ്പെട്ടവന്മാര് ഹോട്ടലിൽ എടുത്തപ്പോ ഫുഡ് ഇൻസ്പെക്ടർമാരൊക്കെ കയറി വരും. ഇതൊന്നും കാണുന്നില്ലയോ? എല്ലാം ചെയ്ത് കഴിഞ്ഞെങ്കിൽ ആ കൈയും കൂടെ അതിനകത്തിട്ടാൻ കഴിയൂടായിരുന്നു. എല്ലാം കഴിഞ്ഞല്ലോ. എന്തൊക്കെ തോന്നി ദിവസം കാണിച്ചവിടെ ഉണ്ടാക്കിയാലും ഇത് കഴിക്കാൻ ആളുണ്ടല്ലോ. ഇവന്മാരൊന്നും കാണുന്നില്ല ഈ കൈയിട്ടിളക്കുന്നേ. ചിലപ്പോ വ്ളോഗേഴ്സ് ആയിരിക്കും അവിടെ നിൽക്കുന്നത്. വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞ കുറച്ച് പ്രത്യേകതയുള്ള വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് മാമൻ കൈയിട്ടിളക്കുന്ന, അതെ കൈയിട്ടിളക്കുന്ന മാമ എന്തോ അതിന്റെ പേര്, കൈയിട്ടിളക്കുന്ന ചട്നി കഴിക്കാൻ പോവുകയാണ് വിത്ത് വിടുന്നവിട. അതുകൊണ്ട് ഒരാഴ്ചത്തേക്ക് ഇനി വ്ളോഗ് വരത്തില്ല. ഒരാഴ്ചത്തേക്ക് നമ്മള് ബാത്റൂമിൽ ഒരു മെത്തയിട്ട് കിടക്കാൻ പോവുകയാണ്. അപ്പൊ അത് നമ്മൾ വ്ളോഗായിട്ട് സെക്കൻഡ് പാർട്ടായിട്ട് ഇറക്കും. അപ്പൊ നമുക്ക് തിന്നു നോക്കാം. वैसे सब्जी में क्या क्या होता है वैसे तरह की? എന്തോന്നാടേ ഇതൊക്കെ? ഇതൊക്കെ കഴിച്ചു പോയിരുന്നു കഴിഞ്ഞാൽ അങ്ങ് ഡാബ് തുറന്നു വിട്ടങ്ങ് പോവും. എന്നാ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ഇതിന് അവന്റെ അപ്പൂപ്പന്റെ മാമന്റെ അളിയന്റെ കുസച്ചന്റെ ചേട്ടന്റെ മാമന്റെ അപ്പൂപ്പന്റെ 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 മാമന്റെ അളിയന്റെ കുഞ്ഞമ്മയുടെ മോന്റെ ചേച്ചിയുടെ അനിയന്റെ പ്രായം കാണും. ഇതിലിട്ടാണോ അതിന്റെ ഒക്കെ വറക്കുന്നത്? രാവിലെ വന്നു കിടന്ന് വർഷങ്ങൾ പഴക്കമുള്ള എണ്ണയിലോട്ട് അങ്ങ് ഇടുക. ആൾക്കാർ വരിക, മുറുക്കെന്നും പറഞ്ഞ് മേടിച്ചങ്ങ് തിന്നുക. പൈസ എണ്ണി അങ്ങ് കൊടുക്കുവല്ലയോ. മോനെ കഴിച്ചോടാ, നിനക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഉണ്ടാക്കിയതാ. ഇങ്ങനത്തെ വിവരക്കേട് കാണിച്ച് ഫുഡ് ഉണ്ടാക്കുന്നെന്ന് അറിയുമ്പോഴേ വ്ളോഗേഴ്സ് അങ്ങ് ക്യൂ ആയിരിക്കും. കഴിഞ്ഞോ? എന്നാ മസാലയ്ക്ക് കുറച്ച് 4 വിയർപ്പ് തുള്ളിയും കൂടെ അങ്ങ് ഉടഞ്ഞിട്, പൂർത്തിയാവും. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇച്ചിരി വൃത്തിയുള്ളിടത്ത് ഇത് വെച്ച് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രുചി അങ്ങ് കുറയുമോ? കാലും വെച്ച് തന്നെ ചെയ്യണോ ഇതൊക്കെ? ഇവിടെ എന്തായാലും കാശ് എണ്ണി മേടിക്കുന്നില്ല, ഇച്ചിരി വൃത്തിയുള്ള കൊടുത്തൂടെ? ജോലിക്കാരനും ഒരു എന്റർടൈൻമെന്റ്, 4 കാശ് പോക്കറ്റിൽ വീഴുകയും ചെയ്യും. എന്തൊരു ജീവിയത് അല്ല ഈ പുള്ളിക്കാരൻ ഉദ്ദേശിച്ച മറ്റില്ല. പാലിങ്ങനെ ഒഴിക്കുമ്പം അടിയിന്നും എല്ലാം ചോർന്ന് പോയി കഴിഞ്ഞാൽ അതങ്ങ് വേസ്റ്റ് ആവാതെ കുടിക്കാനാണെന്നോ? കൊള്ളാലോ, ഡ്രസ്സിങ് കൊള്ളാം കേട്ടോ. രാവിലെ ചായ അടിക്കാൻ വന്നേക്കുന്നത് ലുക്കിലാങ്ങ് ലുക്ക്. അല്ല, പുള്ളിക്കാരന്റെ ഡ്രസ്സിനെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല. കാരണം പുള്ളിക്കാരന്റെ കാശ് കൊടുത്ത് മേടിച്ചിരുന്നു. പക്ഷെ ഇങ്ങനത്തെ വെകിളിത്തറി ഈ റോഡിൽ ഇറങ്ങിയിരുന്ന് കാണിക്കുന്നത് എന്തിനാ?
ഇതിനപ്പുറത്തെ വീഡിയോകളാണ് ഇനി വരാൻ പോകുന്നത്. ഇത് നിങ്ങൾ വിചാരിച്ച ഹിന്ദിക്കാരന്മാരും ബംഗാളികളും മാത്രമേ കാണിക്കുന്നുള്ളതാണോ? നോ, മലയാളികളും കാണിക്കുന്നുണ്ട്. ചോരയൊക്കെ കാശ് കൊടുത്ത് ഇങ്ങനത്തെ വിവരക്കേടുകൾ കൊണ്ട് കാണിക്കാൻ വേണ്ടി പൈസ എണ്ണി കൊടുക്കും. എന്നിട്ട് ഇന്റർവ്യൂക്കാർ ചേച്ചിക്ക് അങ്ങ് നോക്കാനും വരും. ഇറങ്ങി പോയാൽ വല്ല കുഴപ്പം വല്ലതും ഉണ്ടോ? ഇവരെന്തു ഇവിടുന്ന് കാണിക്കുന്നേ? പച്ചമീൻ തിന്ന് അസുഖമൊന്നും പിടിക്കത്തില്ലേ സത്യം പറഞ്ഞതൊക്കെ തിന്നു കഴിഞ്ഞാൽ? ഇടയ്ക്ക് വെച്ച് യൂട്യൂബിൽ കണ്ട് നടക്കുന്നുണ്ട് ഇങ്ങനെ കണ്ട് കാണിച്ച് കണ്ട് വൈറസ് കണ്ടുപിടിച്ച് ആരൊക്കെ മരിച്ചെന്നോ അങ്ങനെയൊക്കെ ഞാൻ കേട്ടായിരുന്നു. ഈ പ്ലാസ്റ്റിക് കവർ ഉരുക്കി എണ്ണ ഉണ്ടാക്കാൻ പറ്റുമെന്നോ അത് വെച്ച് എണ്ണയിൽ ഏതാണ്ട് പലഹാരങ്ങൾ പൊരിച്ചെന്നോ അങ്ങനെ കണ്ടൊക്കെ കേട്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് വാർത്തയില്. ഇല്ല ഞാൻ വാർത്ത കണ്ടേന്ന് നിങ്ങൾ തെറ്റിയിരിക്കില്ല, അല്ലേ കൂടെ പോയപ്പോ കേട്ടതാ. മാവ് പുരട്ടിയിട്ട് അതിനെ തിരിച്ചിരുന്നോ? എല്ലാ ആവശ്യത്തിനും ഉപയോഗിക്കാം. പണി കഴിഞ്ഞ ഉടനെ വിയർപ്പോടൊക്കെ ഉപയോഗിക്കുക. പിന്നെ എല്ലാരും ചെയ്യുന്ന കൂട്ട് തന്നെ. ഞാൻ കള്ളം പറയുമല്ല, ഇത് തിന്നവന് സ്വർഗത്തിൽ സീറ്റുണ്ട് ബാത്റൂമില്. പട്ടിയല്ലേത്? പട്ടി ഫ്രൈയാ? കൊള്ളാം. വന്ന് പട്ടികൾക്കും വെളിയിറങ്ങി നടക്കാതെ പറ്റാതായ. ഇത് പക്ഷെ ഇന്ത്യയിലെ അല്ല കേട്ടോ, ഇത് കൊറിയയിലെ സ്ട്രീറ്റ് ഫുഡ് ആണ്. കൊറിയയിലെയാ. എന്തായാലും ഇങ്ങനെയുള്ളവന്മാർ ഇങ്ങനെയുള്ളത് കാണിച്ചുകൊണ്ടേ ഇരിക്കും. അത് തിന്നാനും കുറെ എണ്ണം അവിടെ ഒക്കെ കാണും. എന്തായാലും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലിലും ഞെക്കിയേരെ. 1K സബ്സ്ക്രൈബേഴ്സ് ആവാറായി. അതായിക്കഴിഞ്ഞാൽ നമ്മളൊരു ലൈവ് വരുന്നതായിരിക്കും. ഇപ്പോഴേ സബ്സ്ക്രൈബ് ഞെക്കിയേരെ. നമ്മൾ നേരത്തെ ഇട്ട വീഡിയോ കണ്ടെങ്കിൽ ഈ കാണുന്ന ലിങ്കിൽ പൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.